ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ചുമ്മാ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ബീച്ച് കാണാനായിട്ട് പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഷെഫ് പിള്ളയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഷെഫ് പിള്ളയെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ ചുമ്മാ നോക്കിയപ്പോൾ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഷെഫ് പിള്ളയുണ്ട്. അതിനോട് തൊട്ടടുത്ത് തന്നെ ഫലൂഡ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്താണെന്നറിയില്ല, അവിടെ ഒരു ദിവസം കയറി ഫുഡ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷെഫ് പിള്ള സാറിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഹെവി സെറ്റപ്പ് കേട്ടോ. സെലിബ്രിറ്റി ഷെഫൊക്കെ അല്ലേ, നമ്മുടെ കയ്യിൽ താങ്ങുമോന്നൊന്നും പിടുത്തമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്നാൽ രണ്ടും കൽപ്പിച്ച് കയറിയേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായം ഇട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു. അപ്പോൾ കൊണ്ടുപോയവനാണെങ്കിൽ ഇതിൻ്റെ ABCD അറിയില്ല. ഷെഫ് പിള്ള എന്താണെന്നോ അല്ലെങ്കിൽ ഷെഫ് പിള്ള എങ്ങനത്തെ റെസ്റ്റോറൻ്റ് ആണെന്നോ ഒന്നും പിടുത്തില്ല. വലിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ അനുസരിച്ച് സമയം കൂടുമായിരിക്കും. 1/2 hour to 45 minutes ആണ്. 1 hour വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ അറിഞ്ഞത്. എന്നാൽ പിന്നെ ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് അധികം ദൂരം പോവാതെ നമുക്ക് അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ ചുമ്മാ ഒക്കെ അവിടുത്തെ കാഴ്ചകളും ലൈറ്റിങ്ങും ഒക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ പിന്നെ അവരോട് ചെന്ന് പറഞ്ഞിരുന്നു ഇതുപോലെ കുഞ്ഞുണ്ട്, എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിലൊന്ന് പറയണേന്നൊക്കെ. അപ്പോൾ അവർ നോക്കാം, റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കുഞ്ഞൂടെ ചേർത്ത് ഞങ്ങൾ 4 പേരാണ്. അത് മാത്രമല്ല, അങ്ങോട്ട് ചെന്ന സമയത്ത് അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ ആൾക്കാരുടെ കനിവ് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു അവർ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് മാറിയൊക്കെ കൊടുക്കുകയും ചെയ്തു. കുഞ്ഞും വൈഫും ഒക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായി. ഇരിക്കാനുള്ള ബെഞ്ചാണെങ്കിലും കസേരകളാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഇരിക്കുന്നവർക്ക് ചൂടെടുക്കാതിരിക്കാനുള്ള ഫാൻ സൗകര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റാണ് പുറത്തു നിന്നുള്ളത്. നമ്മൾ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഫോട്ടോ ആഡ് ചെയ്യുവാണേ. കയറി വരുമ്പം ആസ്പിൻ കോർട്ട്യാർഡ്സ് എന്നൊരു ബോർഡുണ്ട്. അതിൻ്റെ താഴെ നല്ല ഭംഗിയായിട്ടൊരു മിറർ വെച്ചേക്കുന്നു, 2 ലൈറ്റുകൾ. അതിൻ്റെയൊക്കെ ഡിസൈനിങ് എലമെൻ്റ് എങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ നല്ല രസമുണ്ട്. പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് താഴെ ഉരുളൻ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നാണ്ട് ഷെഫ് പിള്ള എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ഇതിലാണ്. ഞാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത് വിട്ടുപോയി കേട്ടോ. ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോകാൻ നോക്കിയില്ല. താഴെ തന്നെ കിട്ടുമെന്നുള്ള രീതിക്കാണ് നിന്ന്. മുകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കീബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ധൈര്യത്തോടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്പർ വിളിച്ചു. ഞങ്ങൾ ചെന്നിരുന്നു. അപ്പോൾ തന്നെ 2 പ്ലേറ്റ്, നല്ല അടിപൊളി സ്വർണ്ണ പ്ലേറ്റ് എന്നൊക്കെ പറയാം. ഞങ്ങൾ പനീർ ബട്ടർ മസാല, 2 ലൈം, ഒരു നോർത്ത് ഇന്ത്യൻ റൈസ് പോലെ ഒന്ന്, ഇങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയാലും നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിക്കാൻ പറ്റി. കുറച്ചാണെങ്കിലും പെട്ടെന്ന് വയറ് നിറഞ്ഞു. നല്ല രസമില്ല കാണാൻ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അധികം ബില്ലൊന്നും ആയിട്ടില്ല. വളരെ ലാഭകരമായി കഴിച്ചു എന്ന് പറയും ഇത്ര വലിയ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഷെഫുള്ള റെസ്റ്റോറൻറ്റ് അഫോർഡബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വന്ന് കഴിച്ച് നല്ല ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് കടന്നു പോകാം. അപ്പോൾ ശരി, വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.